നമസ്കാരം. സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ കുറച്ച് പരിപ്പ്, അതായത് ഒരു അരപ്പിടി പരിപ്പ് കുക്കറിൽ ഇട്ട് 3 സ്റ്റീം അടുപ്പിച്ചു. അതായത് 3 സ്റ്റീം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫുൾ ഫ്ലെയിമിൽ ഒരു സ്റ്റീമും രണ്ടാമത്തെയും മൂന്നാമത്തെയും സിമ്മിൽ. അത് മൂന്നാമത്തെ സിമ്മൊന്നും വന്നെങ്കിൽ സാരമില്ല, ഒരു 7-8 മിനിറ്റ് ആകുമ്പോൾ കുക്കറങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നല്ല പരിപ്പ് കിട്ടും. അതിലേക്ക് കഷ്ണങ്ങൾ ഇടുക. ഇതിന് കഷ്ണത്തിന് ചേനയും പാവട്ടി അങ്ങനെയുള്ളതൊന്നും ഇടരുത്. അല്ലാതെ നമ്മളുടെ വീട്ടിൽ കറി വെക്കുന്ന എല്ലാ കഷ്ണങ്ങളും ചേർക്കാവുന്നതാണ്. അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പുളി വെള്ളവും ഇതിലേക്ക് ഒഴിക്കുക. പുളി ഇപ്പോൾ കഷ്ണം അധികം വേകണമെന്നുള്ളവർ ഒഴിക്കേണ്ടതില്ല, താളിക്കുമ്പോൾ ചേർത്താലും മതി. എനിക്ക് കഷ്ണം അധികം വേകണ്ട, അതുകൊണ്ട് ഞാൻ പുളിവെള്ളം ചേർക്കുന്നു. ഇതെല്ലാം ചേർത്ത് കുക്കർ അടച്ച് ഗ്യാസ് ഓണാക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഒരു സ്റ്റീം കഴിഞ്ഞ് ഞാൻ 3 മിനിറ്റും കൂടിയേ വെച്ചുള്ളൂ. എന്നാലും കഷ്ണങ്ങൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇല്ലാത്തവർ അവരവർ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിച്ചാലും മതിയാകും. ഇനി കടുക് പൊട്ടിക്കുക. ഉള്ളി ഇട്ടു. ഇതിനകത്തോട്ട് ഞാൻ പച്ചമുളക് പിളകിട്ടു. 3-4 കൂട്ടം വെളുത്തുള്ളി ഇട്ടു. ഞാനിത് 2 പേർക്കുള്ള ഒരു സാമ്പാറേ വെച്ചിട്ടുള്ളൂ. വളരെ കുറച്ചാണ് ഇട്ടേക്കുന്നത് എല്ലാം. കടുക് വറുത്തതിന് നല്ല ഗോൾഡൻ കളറായി. ഇതിലേക്ക് ഒരു സ്വല്പം ആ സാമ്പാറിൻ്റെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊടികളിടുക. ഇത് മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ ഇട്ട്. നേരത്തെ നമ്മൾ ഇട്ടത് കൊണ്ട് ഇപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ട്. കായപ്പൊടിയാണ്, അത് കുറച്ച് കൂടുതലിടാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇടുക. ഇത് സാമ്പാർ പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ ഇടാം, കുഴപ്പമില്ല. ആദ്യമേ കുറച്ചിട്ടതാണ്, അത് ബാലൻസ് ചെയ്തുകൊണ്ട്. ഇത് മുളക് പൊടിയാണ്, 1/4 ടീസ്പൂണാണ്. ഇതൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിനകത്ത് വെള്ളം പറ്റി, അതുകൊണ്ട് സ്വല്പം കൂടി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. അതിൻ്റെ പൊടിയെല്ലാം കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു നുള്ളു ഉലുവാപ്പൊടിയാണ്, കാരണം ആദ്യം നമ്മൾ ഒന്നിട്ടതാണ്, എല്ലാം ഒന്ന് ചേർത്തതാണ്. ഇനി ഇതൊന്നും കൂടി ഇതിൻ്റെ പച്ചമണം ഒന്ന് കളഞ്ഞെടുക്കുക. ഇങ്ങനെ ഇച്ചിരി സാമ്പാറിൻ്റെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് പൊടികൾ കരിയാതെ കിട്ടും, അല്ലെങ്കിൽ ഇതൊക്കെ എളുപ്പം കരിഞ്ഞു പോകും, കരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി സാമ്പാറിലേക്ക് ഇതിനെ ചേർക്കുക. ഇപ്പോൾ കറി റെഡിയാണ്. ഇതിലേക്ക് 1 തണ്ട് കരിയാപ്പിലയും കൂടെ ചേർക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിനായിട്ട് താങ്ക്സ്. എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ.